എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു മിൽക്ക് ഷേക്കാണ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് 3/4 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് 3-4 മണിക്കൂർ ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുക്കാം. അതിനുശേഷം ഇതിന് 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുത്തത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് വീണ്ടും ഒരു 3/4 ഗ്ലാസ് വെള്ളം ഇട്ട് ഇതിനെ വീണ്ടും നമുക്കൊന്നും കൂടെ അരച്ചെടുക്കാം. അങ്ങനെ ടോട്ടൽ നമുക്കിവിടെ ഒരു 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പിൻ്റെ ജ്യൂസ് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് 1.5 ഗ്ലാസ് പാലാണ്. 1.5 ഗ്ലാസ് പാൽ തിളപ്പിച്ചതിന് ശേഷം 1/2 ഗ്ലാസ് മാറ്റി വെക്കുക. ബാക്കിയുള്ള 1 ഗ്ലാസ്സിലേക്ക് ആ 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. ഇനി ഒരു 10-12 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുക്കുക. നല്ല രീതിയിലപ്പം നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടും. നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഈ ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്ലേവറും കളറും ഒക്കെ കൂടാനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ ബീട്രൂട്ട് 2 ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊരു 1/4 ഗ്ലാസ് വെള്ളമായി മാറുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ആണ്. മിൽക്ക് പൗഡറിന് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്യാം. ഇനി 3 ഏലക്കയാണ്. ഏലക്കാപ്പൊടി യൂസ് ചെയ്യുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 2 പീസ് ബീട്രൂട്ടും പിന്നെ ബീട്രൂട്ട് തിളപ്പിച്ച വെള്ളവും അതുമെല്ലാം കൂടെ ഏലക്കയും ഈ 4ഉം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ബീട്രൂട്ട് ഈ പഞ്ചസാര ഇട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചത് കൊണ്ട് ബീട്രൂട്ടിൻ്റെ കുത്തുന്ന മണം ഇതിലേക്ക് വരത്തില്ല. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പ് തണുത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 ഗ്ലാസ് മാറ്റി വെച്ച പാല് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കാം. നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഈ മിക്സി തന്നെ യൂസ് ചെയ്യാം. മിക്സി കഴുകണമെന്നില്ല. നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ 1/2 ഗ്ലാസ് പാലും ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ തന്നെ ഒരു നേരിയ റോസ് കളർ അതിന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ബീട്രൂട്ടും പാലും പഞ്ചസാരയും പാൽപ്പൊടിയും പഞ്ചസാരയും ഏലക്കയും ഒക്കെ മിക്സ് ചെയ്ത് ഇതിരിപ്പുണ്ട്. ഇപ്പോൾ എനിക്ക് വളരെ തിക്ക് കളറായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് കിട്ടിയത്. പക്ഷേ ബീട്രൂട്ടിൻ്റെ അല്പം പോലും ടേസ്റ്റ് ഇല്ല. നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഐസ്ക്രീം പിന്നെ കസ്കസ്, നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി നിങ്ങളുടെ അടുത്ത് എന്തുണ്ടോ അത് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.